ഈ ഫോട്ടോയ്ക്ക് പിന്നിലെ കഥ. ഫോട്ടോയിലുള്ള ആളെ പരിചയപ്പെടുത്താൻ പ്രത്യേകം മുഖവരിയൊന്നും ആവശ്യമില്ല. ലയണൽ മെസ്സിയാണത്, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ. ഈ ഫോട്ടോയിലുള്ളത് ആളുകൾക്ക്, ഫുട്ബോൾ ആരാധകർക്ക്, പ്രത്യേകിച്ചും ലയണൽ മെസ്സി ആരാധകർക്ക് ഗൃഹാതുരതകൾ ഉണർത്തുന്ന ചിത്രമാണ്. 2002 ഫെബ്രുവരി 15-നായിരുന്നു സ്പാനിഷ് ലീഗിലെ ഭീമൻ ക്ലബ്ബുകളിലൊന്നായ ബാഴ്സലോണയ്ക്കായി മെസ്സി ആദ്യമായി കരാറിൽ ഏർപ്പെടുന്നത്. അന്ന് ഒപ്പുവെച്ച രേഖകളും മെസ്സിയുടെ പഴയകാല ഫോട്ടോയുമാണിത്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലെ കായിക പ്രേമികൾക്ക് ഗൃഹാതുരതകൾ ഉണർത്തിയിരുന്നു ഈ ചിത്രം. ആ ഫോട്ടോയിൽ നിന്നും മെസ്സി ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ചവനിലേക്ക് എത്തിയ വളർച്ച നമ്മൾ കൺകുളിർക്കെ കണ്ടതാണ്. ഈ 2 പതിറ്റാണ്ടിനുള്ളിൽ അത് ആസ്വദിച്ചതാണ്. മെസ്സിയുടെ മഹത്വം എന്തെന്നറിയാൻ ഒരു കഥ പറയാം, ഒരു സംഭവ കഥയാണ്. 2014 അർജന്റീനയിലെ റൊസാരിയോ തെരുവിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഒരു വ്യത്യസ്ത തരം വിലക്ക് വാർത്തയായിരുന്നു. ആ നാട്ടിലെ കുട്ടികൾക്ക് മേലിൽ മെസ്സി എന്ന പേര് നൽകാൻ പാടില്ല എന്നായിരുന്നു ഗവൺമെന്റ് നൽകിയ നിർദ്ദേശം. കാരണം ആ നാട്ടിലെ ഒരുവിധം എല്ലാ പിള്ളേരുടെയും പേരിന്റെയും അവസാനം മെസ്സി എന്നാണ്. അങ്ങനെ ധാരാളം മെസ്സിമാരുള്ളപ്പോഴുണ്ടാകുന്ന ആശയക്കുഴപ്പം വർദ്ധിച്ചു വന്നതോടെയാണ് റൊസാരിയോയിലെ ഗവൺമെന്റ് അധികൃതർ താൽക്കാലികമായിട്ടെങ്കിലും രക്ഷിതാക്കളെ മക്കൾക്ക് മെസ്സി എന്ന് പേരിടുന്നതിൽ നിന്നും വിലക്കിയത്. ഒരു കായിക താരത്തോടുള്ള ജന്മനാടിന്റെ ആരാധനയുടെ രസകരമായ കഥ. ഇനി ഈ ഫോട്ടോയിലേക്ക് വരുമ്പോൾ ഇതൊരു ചരിത്രത്തിന്റെ കൂടി കഥയാണ്. മെസ്സിയും ബാഴ്സലോണ എന്ന ക്ലബും തമ്മിലുള്ള ആ ഒരു ബോണ്ടിന്റെ ചരിത്രകഥ. 2013 വയസ്സിലാണ് മെസ്സി ബാഴ്സയിലെത്തുന്നത്. മറ്റൊരു ക്ലബിന് വേണ്ടിയും മെസ്സി അതിനുശേഷമുള്ള 2 പതിറ്റാണ്ട് കളിച്ചിട്ടില്ല. 21 വർഷത്തെ സേവനത്തിന് ശേഷം മാത്രമാണ് മെസ്സി ബാഴ്സയിൽ നിന്നും പടിയിറങ്ങുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം കരിയറും ബാഴ്സയ്ക്കൊപ്പമായിരുന്നു നിസ്സാരം. 13 വയസ്സിൽ ഒരു ട്രയലിൽ പങ്കെടുക്കാനാണ് ലയണൽ ആന്ദ്രസ് മെസ്സി അർജന്റീനയിലെ റൊസാരിയോയിൽ നിന്നും സ്പെയിനിലെ ബാഴ്സലോണയിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ ലോക ഫുട്ബോളിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ ഒന്നായി ആ യാത്ര മാറുകയായിരുന്നു. ട്രയലിൽ മെസ്സിയുടെ കഴിവ് കണ്ട് അത്ഭുതപ്പെട്ടവരിൽ പ്രധാനി ഫസ്റ്റ് ടീം ഡയറക്ടർ കാർലസ് റസക് ആയിരുന്നു. അദ്ദേഹത്തിന് നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു മെസ്സി ബാഴ്സയുടെയും ലോക ഫുട്ബോളിന്റെയും ഭാവി നിർണ്ണയിക്കുന്നത് തിരിച്ചറിയാൻ. എന്നാൽ കാര്യങ്ങൾ അദ്ദേഹം വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല അന്ന്. അത്ര ചെറിയ പ്രായത്തിൽ വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്ന പതിവ് അപ്പോൾ യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് ഇല്ലായിരുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട തടസ്സം. ഒപ്പം ബാഴ്സ അധികൃതരിലെ പലർക്കും മെസ്സിയുടെ ഉയരക്കുറവ് ഒരു പ്രശ്നമായി എന്ന് തോന്നുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെ പോയപ്പോൾ മെസ്സിയുടെ പിതാവ് ജോർജെ കുഞ്ഞു മെസ്സിയെയും കൊണ്ട് മറ്റെവിടത്തേക്കെങ്കിലും പോകുമെന്ന് ഭീഷണി മുഴക്കുന്നു. റയൽ മാഡ്രിഡ് അടക്കമുള്ള ക്ലബ്ബുകൾ ഇതിനകം മെസ്സിയെക്കുറിച്ച് കേട്ടറിഞ്ഞതായി മനസ്സിലാക്കിയ കാർലസ് പിന്നീട് കാര്യങ്ങൾ നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ 2000 ഡിസംബർ 14 കാർലസ് മെസ്സിയെയും അദ്ദേഹത്തിന്റെ പിതാവിനെയും കാണുന്നു. ഫുട്ബോൾ ഏജന്റായിരുന്ന ഹൊറോഷ്യ ഗാഗിയോളയും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മെസ്സിയുടെ പിതാവ് നിലപാട് കടുപ്പിച്ചതോടെ കാർലസിന് മുന്നിൽ മറ്റ് വഴിയൊന്നുമില്ലായിരുന്നു. മെസ്സിയെ വിട്ടുകളയാൻ താല്പര്യമില്ലാത്ത കാർലസ് ഒരു ഹോട്ടൽ ജീവനക്കാരൻ നൽകിയ നാപ്കിൻ പേപ്പറിൽ കരാർ എഴുതി തയ്യാറാക്കുന്നു. നാപ്കിൻ പേപ്പറിൽ ഒപ്പുവെച്ചതോടെ മെസ്സി തന്റെ ജീവിതം കൂടിയാണ് ബാഴ്സയ്ക്ക് നൽകിയത്. ക്ലബിന്റെ യൂത്ത് ടീമിൽ എത്തിയെങ്കിലും ആദ്യ സീസണിൽ മെസ്സിക്ക് സൗഹൃദ മത്സരങ്ങൾ മാത്രമേ കളിക്കാനായുള്ളൂ. ഫുട്ബോൾ കളിക്കാനുള്ള അവസരങ്ങൾ കുറയുകയും ഒപ്പം ബാഴ്സലോണയിൽ നിന്നും അമ്മയും സഹോദരങ്ങളും അർജന്റീനയിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്തതോടെ മെസ്സി സ്പെയിനിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ 2000-ൽ. ഒപ്പം അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരനല്ലാത്ത മെസ്സിക്ക് സഹതാരങ്ങളോട് അടുക്കാനും ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പിന്നീട് പതിയെ മെസ്സി ബാഴ്സയുടെ കുട്ടി ടീമിൽ സൂപ്പർ താരമായി വളർന്നു വരുന്നു. സെസ്ക് ഫാബ്രിഗാസ്, ജെറാൾഡ് പീക്വെ തുടങ്ങിയവരായിരുന്നു മെസ്സിയുടെ ലാ മാസിയയിലെ അന്നത്തെ കൂട്ടുകാർ. 2004 ഇംഗ്ലീഷ് ക്ലബ് ആഴ്സണൽ മെസ്സിയെ തേടിയെത്തുന്നു. ഇതിനകം പീക്വയും ഫാബ്രിഗാസും ഒക്കെ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ബാഴ്സലോണയിൽ തുടരാനായിരുന്നു മെസ്സിയുടെ തീരുമാനം. തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് മെസ്സി ബാഴ്സയ്ക്ക് നൽകിയ ആദ്യ പ്രതിഫലമായിരുന്നു അത്. അതേ വർഷം തന്നെ ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ മെസ്സി അരങ്ങേറുന്നു. ഫ്രാങ്ക് റൈക്കാർഡ് ആയിരുന്നു മെസ്സിക്ക് അരങ്ങിന് അവസരം നൽകിയ പരിശീലകൻ. പിന്നീട് മെസ്സിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വ്യക്തിപരമായും ടീമെന്ന നിലയിലും നേടാവുന്നതിലും അതിനും അപ്പുറവും മെസ്സി കൈവരിക്കുകയുണ്ടായി. തന്റെ പേര് ഒരു ക്ലബിന്റെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു തുടർന്ന് മെസ്സി. കൂട്ടുകാർ പലരും മാറി വന്നു. സാവിയും ഇനിയസ്റ്റയും സുവാരസും നെയ്മറും ഒക്കെ മാറിയപ്പോഴും മെസ്സി മാത്രം അവിടെ പിടിച്ചു നിന്നു. നാപ്കിൻ പേപ്പറിൽ കരാർ ഒപ്പുവെച്ച് എഴുതി തുടങ്ങിയ ആ ചരിത്രം അന്നത്തെ സമയത്തെ ഫോട്ടോകളിൽ ഒന്നാണിത്.